മനോഹരമായ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള ഈ യാത്ര ആസ്വദിച്ച് ഞങ്ങൾ പോകുന്നത് ലോക്ക്ഹാർട്ട് ടീ ഫാക്ടറിയിലേക്കാണ്. ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഫാക്ടറി 1936 നിർമ്മിച്ചതാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഈ ഫാക്ടറി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴും ധാരാളം സന്ദർശകർ ഉണ്ടായിരുന്നു. അതിൽ തന്നെ അധികവും വിദേശികളായിരുന്നു. മൂന്നാറിൽ വരുമ്പോൾ നമ്മൾ ഉറപ്പായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. എൻട്രി പാസ് എടുത്ത് ഞങ്ങൾ ഫാക്ടറി കാണുവാൻ കയറി. ഇവിടുത്തെ ഫാക്ടറിയുടെ തേയില പ്രോസസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വളരെ വിശദമായി പറഞ്ഞു തന്നത് ഇവിടുത്തെ സ്റ്റാഫ് മണിമേഖലയാണ്. പ്രധാനമായും 2 തരത്തിലുള്ള ടീ ഫാക്ടറികളാണ് ഉള്ളത്, ഓർത്തഡോക്സും CTCയും. ഓർത്തഡോക്സ് എന്ന് വെച്ചാൽ തേയില ഇലകൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന തേയിലയാണ്. CTC എന്ന് വെച്ചാൽ തേയിലയുടെ ഇലയും തണ്ടും ഒരുമിച്ച് ക്രഷ് ചെയ്ത് അരച്ചുണ്ടാക്കുന്ന തേയിലയാണ്. നമ്മൾ സാധാരണ വീടുകളിൽ ചായയ്ക്ക് ഉപയോഗിക്കുന്നത് ഇപ്രകാരമുള്ള CTC തേയിലയാണ്. ലോക്ക്ഹാർട്ട് ബ്രാൻഡായി പ്രധാനമായും 3 തരം തേയിലകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്: വൈറ്റ് ടീ, ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ. വൈറ്റ് ടീ തേയിലയിലെ ഏറ്റവും ടെൻഡറായ ഇലകൾ മാത്രം എടുത്ത് ഉണക്കി നേരിട്ട് പാക്ക് ചെയ്യുന്നവയാണ്. പൂർണ്ണമായും ഒരു മാനുവൽ പ്രോസസ്സാണിത്. വളരെയേറെ ഔഷധ ഗുണമുള്ള തേയിലയാണിത്. രണ്ടാമത്തേത് ഗ്രീൻ ടീ ആണ്. ഇതും ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. തേയിലയുടെ ഏറ്റവും ടെൻഡറായ ഇലകളും തൊട്ട് താഴെയുള്ള ഒരു സ്റ്റെമ്മും മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്നതാണിത്. ഇതും പ്രത്യേകം ഡ്രയറിലിട്ട് ഉണക്കി നേരിട്ട് പാക്ക് ചെയ്യുന്നു. ഇതിന് 2 മെഷീൻ പ്രോസസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത് ബ്ലാക്ക് ടീ ആണ്. പരമാവധി തൊഴിലാളികളെ ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിലാണ് ഇവിടെ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന് 6 മെഷീൻ പ്രോസസ്സുകളാണുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സൗത്ത് ഇന്ത്യയിലെ പൂർണ്ണമായും പരമ്പരാഗത രീതിയിൽ ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്ന 2ാമത്തെ വലിയ ടീ ഫാക്ടറിയാണിത്. വിദേശ രാജ്യങ്ങളിൽ വളരെ പ്രിയപ്പെട്ട ഒരു ബ്രാൻഡാണ് ഇവിടുത്തെ തേയില. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന തേയിലയിൽ 90% കയറ്റുമതി ചെയ്തു പോവുകയാണ്. തേയില തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് എത്തുന്ന തേയില തണ്ടുകൾ ഇപ്രകാരം നിരത്തിയിടുകയാണ് ആദ്യം ചെയ്യുന്നത്. തേയിലകളിലെ ഈർപ്പം കുറയ്ക്കുവാനായി ഇങ്ങനെ തേയില നിരത്തിയിട്ട് അടിഭാഗത്ത് നിന്ന് എയർ കടത്തിവിടുന്നു. ഇവിടെ ഇങ്ങനെ 3 നിലകളിലായി 1600 ടൺ തേയില ഒരേ സമയം പ്രോസസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പ്രോസസ്സിനെ വിളിക്കുന്നത് വെതറിംഗ് എന്നാണ്. ഇതാണ് ആദ്യത്തെ പ്രോസസ്. ഏകദേശം 14 മണിക്കൂർ ഈ പ്രോസസ് തുടരും. 80% ഈർപ്പം മാറിക്കഴിയുമ്പോൾ ഈ തേയിലയെ വെതറിംഗ് ടേബിളിൽ നിന്ന് ഈ സ്യൂട്ട് വഴി 2ാമത്തെ പ്രോസസ്സായ റോളിംഗിനായി റോളിംഗ് മെഷീനിലേക്ക് എത്തിക്കുന്നു. ഇവിടെ ഇലകളെ ഒന്ന് തിരുമിയെടുക്കുകയാണ് ചെയ്യുന്നത്. റോളിംഗ് മെഷീനുകളിൽ ഈ ഇലകൾ റോൾ ചെയ്യുന്നത് 3 പ്രഷറുകളിലാണ്: ലോ പ്രഷർ, മീഡിയം പ്രഷർ, ഹൈ പ്രഷർ. റോളിംഗിന് ശേഷം ഈ ഇലകൾ ഹൂഗി മെഷീൻ വഴി, അതായത് ഫിൽറ്റർ മെഷീൻ ഉപയോഗിച്ച് സോർട്ട് ചെയ്യുന്നു. ഈ മെഷീന് പല വലിപ്പത്തിലുള്ള ഫിൽറ്ററുകളുണ്ട്: ചെറുത്, വലുത്, ഏറ്റവും വലുത്. ഇങ്ങനെ സോർട്ട് ചെയ്യുന്ന ഇലകളെ വീണ്ടും ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നിങ്ങനെ തരംതിരിക്കുന്നു. അങ്ങനെ 3ാമത്തെ പ്രോസസ് പൂർത്തിയാക്കുന്നു. ഇങ്ങനെ തരംതിരിക്കുന്ന ഇലകൾ ഒരു ടേബിളിൽ പെർമെന്റേഷന് വേണ്ടി ഇതേപോലെ നിരത്തിയിടുന്നു. ഇതാണ് 4ാമത്തെ പ്രോസസ്. ഈ പ്രോസസ്സിലാണ് തേയിലയുടെ നിറം പച്ചയിൽ നിന്ന് ബ്രൗൺ കളറിലേക്ക് മാറുന്നത്. തുടർന്ന് ഈ ഇലകൾ ഉണക്കിയെടുക്കുന്നതിനായി ഒരു ഡ്രയറിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ ഉണക്കിയെടുത്ത ഇലകൾ ഈ മെഷീനിലൂടെ കടത്തിവിട്ട് ഇതിലെ തണ്ടുകളും ഫൈബറും നീക്കം ചെയ്യുന്നു. ഇവ ആവശ്യമില്ലാത്തവയാണ്. കളറിങ്ങിനും മെഹന്തിക്കുമൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ കിട്ടുന്ന ഈ വേസ്റ്റ് ഉൽപ്പന്നങ്ങളാണ്. ഇപ്രകാരം തണ്ടുകളും നാരുകളും ഒക്കെ ഒഴിവാക്കിയ തേയില ഈ മെഷീനിലൂടെ കടത്തിവിട്ട് തേയിലയുടെ സൈസും ഡെൻസിറ്റിയും അനുസരിച്ച് പല ഗ്രേഡുകളാക്കി തിരിക്കുന്നു. ഇങ്ങനെ 16 തരം ഗ്രേഡുകളിലെ തേയില ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രീമിയം തേയില ഹോൾ ലീഫാണ്. നേരത്തെ പറഞ്ഞ 16 തരത്തിൽ ആദ്യത്തെ 3 തരം ഈ ഹോൾ ലീഫാണ്. അവസാനം ഈ ഗ്രേഡ് അനുസരിച്ച് തേയില അളന്ന് ചാക്കിൽ നിറച്ച് പാക്ക് ചെയ്യുന്നു. ഈ തേയില ഫാക്ടറി സന്ദർശിക്കുന്നവർക്ക് പല ഇനം തേയിലകൾ, ഇവരുടെ പല ക്വാളിറ്റിയിലുള്ള തേയിലകൾ ടേസ്റ്റ് ചെയ്യുന്നതിനും പ്രീമിയം തേയില വാങ്ങുന്നതിനും സൗകര്യമുണ്ട്. ഇവിടുത്തെ കൗണ്ടറുകളിൽ പക്ഷേ ലിക്വിഡ് ക്യാഷ് സ്വീകരിക്കുകയില്ല. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയത് പ്രീമിയം ഓർത്തഡോക്സ് ലോങ് ലീഫ് ബ്ലാക്ക് ടീ ആണ്. അങ്ങനെ തേയിലയും വാങ്ങി മണിമേഖലയ്ക്ക് നന്ദി പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. വീണ്ടും മനോഹരമായ ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്ര തിരികെ കൊച്ചിയിലേക്ക്. മറ്റൊരു യാത്രയുടെ കഥയുമായി വീണ്ടും കാണാം.